നമസ്കാരം, അൻസാദാണ്. ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ എപ്പിസോഡ് 10ലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അക്യുപഞ്ചർ മരുന്നില്ലാത്ത ഒരു ചികിത്സയാണ്. നാടി നോക്കിക്കൊണ്ട് എന്താ പറയുക, ഒന്നിലെ ചെറിയ സൂചി കൊണ്ടോ എന്ത് ചെയ്യുക, ടച്ച് കൊണ്ടോ ആ ഭാഗത്ത് എന്ത് സ്റ്റിമുലേറ്റ് ചെയ്യുക. അങ്ങനെ മെറിഡിയൻ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ശരീരത്തിനകത്തുള്ള രോഗങ്ങൾ, ശരീരത്തിൻ്റെ ഇമ്മ്യൂണൈസേഷൻ കൂട്ടിക്കൊണ്ട് പുറത്ത് കളയുകയും യാതൊരുവിധ മരുന്നുകളില്ലാതെ തന്നെ ശരീരത്തിന് സുഖം പ്രാപിക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അക്യുപങ്ചർ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ശ്വാസതടസ്സവും ശ്വാസമുട്ടലുമുണ്ട്, ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ട് 4 വർഷങ്ങളായി. ഇതിന് പൂർണ്ണമായും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റാൻ സാധിക്കുമോ? തീർച്ചയായും. നമുക്ക് ഈ പറഞ്ഞതുപോലെ ശ്വാസതടസ്സവും ശ്വാസമുട്ടലും ഇപ്പോൾ 4 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഒരുപാട് എന്താ പറയുക, ബുദ്ധിമുട്ടുകൾ കൂടുകയും ഒരുപാട് വർഷങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന കേസുകളാണെങ്കിൽ കുറേ കൂടെ ബുദ്ധിമുട്ട്. ഇതിപ്പോൾ 4 വർഷം അല്ലെങ്കിൽ അതിന് താഴെയുള്ളതൊക്കെ കേസുകളാണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ 1 വർഷമൊക്കെ ആയിട്ട് ഇൻഹേലർ ഉപയോഗിച്ച് ഈ പറഞ്ഞ പോലെ മെഡിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ആശ്വാസം കിട്ടും. പിന്നെ തിരിച്ചു വരുന്ന കേസുകളൊക്കെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർ ആ ഇൻഹേലർ ഉപയോഗിക്കുന്നത് വളരെ കുറഞ്ഞു വരും. ഇപ്പോൾ എല്ലാ ദിവസവും ഇൻഹെയിൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അത് പിന്നീട് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ പ്രയാസം വരുമ്പോൾ എന്ന തരത്തിലേക്ക് എത്തിപ്പെടും. പിന്നീട് പൂർണ്ണമായിട്ടും ഇൻഹേലർ ഒഴിവാക്കുന്ന ഒരു തരത്തിലേക്ക് എന്ത് ചെയ്യും, ഈ പേഷ്യൻസ് എത്തിച്ചേരുന്നതായിട്ട് കാണും. നമ്മൾ ഒന്നാമത് പറയുന്നത് ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം എല്ലാം ഉള്ള പേഷ്യൻസിനോട് ഒന്നാമത് പറയുന്നത്, നിങ്ങൾ തുമ്മുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മൂക്ക് പൊത്തിപ്പിടിക്കരുത്. മേക്തി വീഴായിരുന്നാൽ പോലെ അപ്പോൾ നീക്കി പിടിച്ചിട്ട് ഒരുത്തരം നീക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, തുമ്മുക, ചുമക്കുക ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു പുറത്തേക്ക് വരുന്ന ഏതാണ്ട് 160 മൈൽ പെർ ഹവറിലാണ് അത്രയുമാണ് പുറത്തേക്ക് ഒരു സാധനം വരുന്നത്. ഇതിനെ പൊത്തിപ്പിടിക്കുമ്പോൾ ലങ്സ് കിടുങ്ങുകയും ഇത് ശ്വാസം മുട്ടൽ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാവുന്ന കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ചെയ്യരുത്. മേത്ത് വീഴായിരുന്നപ്പോഴോ കർച്ചീഫോ തൂവാലോ അല്ലെങ്കിൽ കയ്യോ ഇങ്ങനെ വെച്ചിട്ട് നീക്കി വെച്ച് ചെയ്യണം. ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. 2, ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സമുള്ള ആൾക്കാർ ശ്രദ്ധിച്ചറിയാം, ഇവർക്ക് രാത്രി വിശപ്പുണ്ടാവില്ല. നിർബന്ധിച്ച് ഇവർക്ക് ഭക്ഷണം കൊടുത്താൽ എന്താ സംഭവിക്കുക, അത് വയറിനകത്ത് കിടക്കുകയും ദഹനം ഉണ്ടാകാതിരിക്കുകയും അതുമൂലം ഇവരുടെ ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യും, കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടലോ ശ്വാസതടസ്സമുള്ള ആൾക്കാരോട് നമ്മൾ പറയും, രാത്രി വിശപ്പില്ല, ഭക്ഷണം കഴിക്കേണ്ട. അഥവാ കഴിക്കുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, ഒരു 6-7 മണിക്കുള്ളിൽ തന്നെ കഴിക്കുക, എളുപ്പം ദഹിക്കുന്നത് മാത്രം കഴിക്കുക എന്ന് പറയും. 2, ഈ പറഞ്ഞതുപോലെ എന്താണ് നിങ്ങൾക്ക് അലർജറ്റിക്കായിട്ട് തോന്നുന്നത് അതിനൊന്ന് തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക, ഒന്ന് മാറി നിൽക്കുക, കഴിയുന്നതും ഒഴിവാക്കുക. ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തീർച്ചയായും മാറും. പിന്നെ ഇതിന് എളുപ്പം ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ശ്വാസതടസ്സമോ ശ്വാസമുട്ടലോ വരുന്ന സമയത്ത് ലങ്സിൻ്റെ മെറിഡിയൻ കടന്നു പോകുന്ന ഈ ഒരു ഭാഗം, ആ ഭാഗം നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ആ ശ്വാസമുട്ടൽ ഹെവി ആയിട്ട് നിൽക്കുന്ന അവസ്ഥ കുറച്ചുകൊണ്ട് വരും. ഇപ്പോൾ രാത്രിയാണ്, അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഭാഗം എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ത്വക്ക് രോഗങ്ങൾ മാറുമോ? കറുത്ത ഒരു പുള്ളിയായിട്ടായിരുന്നു ആദ്യം വന്നത്, പിന്നീട് അതിന് ചുറ്റും ചുവപ്പ് കളറായി, പിന്നീട് പഴുത്ത് പൊട്ടി വീണ്ടും കറുത്ത കളറിലേക്ക് മാറി. അപ്പോൾ ത്വക്ക് രോഗം നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഭാഗത്ത്, സ്കിന്നിൻ്റെ ഒരു ഭാഗത്ത്, എനിക്ക് പല പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ചിലർ പറയാറുണ്ട്, ഇത് രോമം പോയ ശേഷം ആ ഭാഗം ചുമക്കും, പിന്നെ ആ ഭാഗം പഴുത്ത് അതിന് വെള്ളം പോലെ പോകും, പിന്നീട് അത് കറുത്ത് അവിടെ കറുപ്പ് അങ്ങനെ കിടക്കും, തൊട്ടപ്പുറത്ത് വീണ്ടും പോകും. ചിലർക്ക് പുഴുക്കടി പോലെ ഒന്നും വന്ന് പിന്നെ വ്യാപിച്ച് മൊത്തം വ്യാപിക്കും. ഇതെല്ലാം തന്നെ ആ ഭാഗത്ത് രക്തത്തിനകത്ത് എന്തോ അണുക്കൾ വരികയും ആ അണുക്കളെ ശരീരം പുറന്തള്ളുകയും ചെയ്യുകയാണ്. കൃത്യമായ ട്രീറ്റ്മെൻറ്റിലൂടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണൈസേഷൻ കൂട്ടുകയും ഈ അണുക്കളെ ശരീരത്തിനകത്ത് വെച്ച് തന്നെ നിർമ്മാർജ്ജനം ചെയ്യുകയും അത് പുറത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റ്, അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ ഈ സ്കിൻ ഡിസീസ് മാറും. പിന്നെ സ്കിൻ ഡിസീസ് കുറച്ച് സമയമെടുക്കും. എല്ലാ ട്രീറ്റ്മെൻറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റില്ല, അല്ലേ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചിലർ വരും, അവൻ്റെ രോഗം വേഗം മാറി, എൻ്റെ മാറിയില്ല, അവന് ഈ പറഞ്ഞതുപോലെ പനിയാണ്, നിനക്ക് സ്കിന്നിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ രക്തത്തിനകത്ത് ഒരുപാട് വ്യാപിച്ച് പോയി പോയിസണസ് ആയിക്കഴിഞ്ഞാൽ അത് മാറാനും കുറച്ച് സമയമെടുക്കും. എങ്ങനെ നമുക്ക് ശരീരത്തിന് പ്രതിരോധശേഷി കൂട്ടാം? നമ്മൾ രാവിലെ കുളിക്കുക, രാത്രി ഭക്ഷണം എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഈ സ്കിൻ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് പ്രത്യേകം നമ്മൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷാംശത്തിൻ്റെ ചികിത്സ ഇവർക്ക് ശരിക്കും ഉപകാരപ്പെടും. എന്താ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം? രാത്രി എന്ത് ചെയ്യുക, ഭക്ഷണം ഒഴിവാക്കുക. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ പറയാറുണ്ടല്ലോ, നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങും. അപ്പോൾ ആ അത്താഴം കഴിക്കാതെ ആ ആളിരിക്കുമ്പോൾ ശരിക്കും എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിനകത്ത് ആ ഒരു എന്താ പറയുക, ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയിൽ ഡൈജഷൻ ഫുള്ളായിട്ട് ശരീരത്തിന് എളുപ്പമായി. അപ്പോൾ എന്ത് ചെയ്യും, ശരീരം ഈ അണുക്കളെ നശിപ്പിക്കാനുള്ള കാര്യത്തിലേക്ക് പോവുകയും നശിപ്പിച്ചിട്ട് പുറത്തേക്ക് തള്ളുകയും ചെയ്യും. അപ്പോൾ
ഇത് എന്ത് ചെയ്യാം, സ്കിൻ ഡിസീസിൻ്റെ ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്നത് രാത്രി ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. 6 മണിക്ക് ശേഷം സൂര്യ അസ്തമിച്ച ശേഷങ്ങൾ എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കരുത്. അങ്ങനെ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. ഒപ്പം കട്ടൻ കാപ്പി തിളപ്പിച്ച് മധുരമില്ലാത്ത കട്ടൻ കാപ്പി കുടിക്കുന്നതും ചൊറിച്ചിലിന് ആശ്വാസം ഉണ്ടാകും. പിന്നെ ചൊറിഞ്ഞ് പൊട്ടുന്ന ആ ഭാഗത്ത് സവോളയുടെ നീര് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അത് ജെർമിറ്റേഷൻ അത് നശിപ്പിക്കുകയും ചെറു ചൂടുവെള്ളം കൊണ്ട് കഴുകി കളയുകയും ചെയ്യാവുന്നതാണ്. തീർച്ചയായും അതുപോലുള്ള കുറേ കേസസുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറി പോകുന്നുണ്ട്. അടുത്ത ചോദ്യം, രാത്രി ഡ്യൂട്ടി വരുന്ന ദിവസങ്ങളിൽ ശരീരത്തിന് വല്ലാത്ത ചൂടും വൈറ്റ് ഡിസ്ചാർജിൻ്റെ പ്രോബ്ലവും ഉണ്ടാകുന്നുണ്ട്. ഇത് വളരെയധികം ബുദ്ധിമുട്ടും അസഹനീയവുമാണ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന എന്താണ്? ഇതിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഇതിനൊന്ന് വ്യക്തമാകുന്നതെന്ന് വെച്ചാൽ ഒന്ന് ബോഡി ഹീറ്റ് കൂടുന്നു എന്നുള്ളതാണ്. രാത്രി ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഉറങ്ങാതെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, രാത്രി ഈ പറഞ്ഞ പോലെ ശരീരം ബോഡി ഹീറ്റ് കൂടുകയും പെൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ചിലർക്ക് ബോഡി ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ ഡിസ്ചാർജിന് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. ചിലർ വെള്ളം തീരെ കുറവായിരിക്കും കുടിക്കുക. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും, ശരീരത്തിന് ആവശ്യമായ അളവിനേക്കാൾ കുറവ് വെള്ളം കുടിച്ചാലും ഈ ഡിസ്ചാർജ് ഉണ്ടാകും. അങ്ങനെയുള്ളവരോട് നമ്മൾ പറയും കുറച്ച് വെള്ളം എന്ത് ചെയ്യണം, നിങ്ങൾ കൂടുതലായിട്ട് കുടിക്കണം. കൂടുതൽ എന്നുള്ള മീനിങ് ആ ആൾക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ആ ആൾ കുടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ കുടിച്ച് ആ ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കുക. 2, പൊക്കിളിൻ്റെ ആ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ തുണി നനച്ചിട്ട് കൊടുക്കുക. ആ ഭാഗത്ത് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറക്കം ഈ പറഞ്ഞതുപോലെ രാത്രി നൈറ്റ് ഡ്യൂട്ടി ഉള്ള ആൾക്കാർ പിന്നീട് എന്ത് ചെയ്യുക, പകൽ ഒരു 2-നും 3-നും ഇടക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വന്നിട്ട് ഒരു 11-നും 12-നും ഇടക്കോ ഉറങ്ങുന്നത് രാത്രിത്തെ ഉറക്കത്തിന് ഒരു പരിധി വരെ എന്ത് ചെയ്യും, ആശ്വാസം നൽകുന്നതാണ്. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ലിവറിൻ്റെ ഫംഗ്ഷനകത്ത് എന്തെങ്കിലും വേരിയേഷനും കൂടെ ഉണ്ടാവും. അപ്പോൾ അത് മാറുകയും ആ ബോഡി ഹീറ്റ് എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. തീർച്ചയായും വൈറ്റ് ഡിസ്ചാർജിൻ്റെ പ്രശ്നങ്ങളൊന്ന് വെള്ളം കുടിക്കുക. 2, ആ പൊക്കിളിൻ്റെ ആ ഭാഗത്ത് എന്ത് ചെയ്യുക, തുണി നനച്ചിട്ട് കൊടുക്കുക. പീരീഡ്സിൻ്റെ സമയത്ത് ആയത് 1-2 ദിവസം കുളിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഇനി ആ ഭാഗത്ത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും മാറാൻ സഹായിക്കും. രാവിലെ സ്ഥിരം തലവേദന ഉണ്ടാകാറുണ്ട്. ഛർദിലും വായിലേക്ക് എന്തെങ്കിലും ഭക്ഷണം വെക്കുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസിയും ഉണ്ടാവാറുണ്ട്. ഉച്ചയാകുമ്പോൾ അത് മാറും. ഇപ്പോൾ രാവിലെ മാത്രമാണ് ആ ആൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തലവേദന വരുന്നതും അതേപോലെ എന്തെങ്കിലും ഭക്ഷണം എടുത്ത് വായി വെക്കുമ്പോൾ ഛർദ്ദിക്കലും വരുന്നത്. ഉച്ച കഴിയുമ്പോൾ അതിൽ എന്ത് ചെയ്യുക, ആൾക്കൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇംബാലൻസ്, ശരീരത്തിനകത്ത് എനർജിയിൽ എന്തെങ്കിലും വ്യത്യാസമായിരിക്കും അങ്ങനെ ഉണ്ടാവുക. പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന ദഹനത്തിൻ്റെ പ്രശ്നമാണ്. രാത്രി ഒന്നിൻ്റെ താമസിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളായിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉറക്കം കറക്റ്റായിരിക്കാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, രാത്രി ഭക്ഷണം താമസിച്ച് കഴിക്കുന്നതിനേക്കാൾ അപകടമാണ് രാത്രി കഴിച്ചുടനെ കിടക്കുന്നത്. അതായത് 9 മണിക്ക് കഴിച്ച് 9:30 ഒരാൾ കിടന്നാൽ അയാൾക്ക് ദോഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 8 മണിക്ക് മുമ്പ് കഴിച്ച് ഒരു 10 മണിയാകുമ്പോൾ അയാൾ കിടക്കുകയാണെങ്കിൽ ശരിക്കും ദഹനം അവിടെ പൂർണ്ണമായിട്ട് നടന്നിട്ടുണ്ടാകും. നിങ്ങൾ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ രാത്രി താമസിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ 10 മണിക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങളും കഴിക്കേണ്ടി വന്നാൽ ഒരു 15 മിനിറ്റ്, ഒരു 10 മിനിറ്റ്, ഒരു 10 ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലൊന്നും നടന്ന് ആ ദഹനത്തിന് എളുപ്പമാകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കിടക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് മാറും. ഈ ദഹനത്തിൻ്റെ ബുദ്ധിമുട്ട് മാറുകഴിഞ്ഞാൽ രാവിലത്തെ ഛർദിലും കാര്യങ്ങളും മാറും. അതിൻ്റെ ആ ദഹനത്തിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കണം ഗ്യാസ് കയറിയിട്ട് തലവേദന ഉണ്ടാകുന്നത്. തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രി ഭക്ഷണം നേരത്തെ ആക്കുകയോ രാത്രി ഭക്ഷണം ഒഴിവാക്കുകയോ ചെയ്യുക. ഒഴിവാക്കാൻ പറ്റിയില്ല എങ്കിൽ എളുപ്പം ദഹിക്കുന്ന ഈ പറഞ്ഞ പോലെ ജ്യൂസുകൾ പോലുള്ള കാര്യങ്ങളാക്കി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും രാവിലെ ഉണ്ടാകുന്ന വൊമിറ്റിങ്ങും രാവിലത്തെ തലവേദനയും മാറുന്നതാണ്. അപ്പോൾ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ എന്തുകൊണ്ട് ഈ രോഗം ഉണ്ടാകുമെന്ന് കണ്ടുപിടിക്കുകയും അത് പൂർണ്ണമായിട്ട് ഭേദമാക്കാനും സഹായിക്കും. ഓക്കെ, അടുത്തത്, എനിക്ക് മരപ്പണിയാണ് ജോലി. കാലിൻ്റെ അവിടെ വണ്ണം കുറയുകയും ഇപ്പോൾ കാലിൽ തരിപ്പ് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കാല് വണ്ണം കൂടുതലും ഒരു കാല് താരതമ്യേന വണ്ണക്കുറവുമാണ്. തടി വീണ ശേഷം അവിടെ ഭാഗത്ത് പരിക്ക് പറ്റുകയും പിന്നീട് ആ ഭാഗം എന്ത് ചെയ്യാണ്, ശോഷിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് ഞരമ്പിൻ്റെ ശരിക്കും പറഞ്ഞാൽ വീക്കം വന്ന ശേഷം ആ ഭാഗം ചുരുങ്ങി പോകുന്നതാണ്. അതിൻ്റെ ഭാഗത്തുള്ള വേദനകളും കാര്യങ്ങളൊക്കെ നമുക്കും ഒരു പരിധി വരെ നമുക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റും. തിരിച്ച് കാല് വീണ്ടും പഴയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്കാൻ സാധിക്കില്ല. പകരം ഇനിയും ആ കാല് ശോഷിച്ചു പോകുന്നത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റുകയും ആ ഞരമ്പ് ഏത് ഞരമ്പാണോ ബുദ്ധിമുട്ട് കെട്ടിക്കിടക്കുന്നത് ആ ഞരമ്പിനകത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ആശ്വാസം കൊടുക്കാനും പറ്റുന്നതാണ്. എനിക്ക് സ്ഥിരം തുമ്മലാണ്. പറ്റാത്ത എന്തെങ്കിലും സ്മെല്ല് വന്നാൽ പൊടിയടിച്ചാൽ ഒരു ദിവസം മുഴുവൻ സ്നീസിങ് വന്നുകൊണ്ടേയിരിക്കും.
തീർച്ചയായും തലയുടെ ആ ഭാഗം, നമ്മുടെ ഈ ഭാഗം, സൈനസിൻ്റെ ഭാഗം എല്ലായിടത്തും വേസ്റ്റ് കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് പറ്റാത്ത ഒരു സ്മെല്ലോ അയാൾക്ക് പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയോ ചെയ്താൽ, പൊടിയുള്ള ഒരു ഇൻ്റർഫേസ് ചെയ്ത് വരിക, പഴയ ബുക്കുള്ള ഒരു ഷെൽഫിലേക്ക് കയറി ചെല്ലുക, അല്ലെങ്കിൽ എന്തെങ്കിലും കടുക് വറുക്കുന്നോ മുളക് വറുക്കുന്നോ മണമടിക്കുക, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ആൾക്ക് എന്തുകൊണ്ട് ആക്റ്റീവ് ആവുന്നു? 3 പേരുടെ മറ്റ് 2 പേർക്കും പ്രശ്നമില്ല. അപ്പോൾ ഈ ആളുടെ ഈ സൈനസിൻ്റെ ആ ഭാഗത്തോ നെറ്റിയുടെ ആ ഭാഗത്തോ എന്തോ വേസ്റ്റ് കിടപ്പുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിനോട് നമ്മൾ ഒന്നാമത് പറയുക, നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ തല തോർത്തുകയേ വേണ്ട. എന്ന് വെച്ചാൽ നിങ്ങളുടെ തലയിൽ എന്ത് ചെയ്യുക, വെള്ളം ഇറങ്ങിക്കോട്ടെ. വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ എന്ത് പറ്റും? അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനൊപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വെള്ളം താഴത്തേക്ക് ഇറങ്ങുകയും ഈ കെട്ടിക്കിടക്കുന്ന മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന, തലവേദന ഉണ്ടാക്കുന്ന, ചെന്നിക്കുത്ത് ഉണ്ടാക്കുന്ന, ഈ പറഞ്ഞ പോലെ അലർജറ്റിക് ആയിട്ടുള്ള സ്നീസിങ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉള്ളിലൂടെ പുറത്തേക്ക് പോവുകയും നല്ല ആശ്വാസം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ട്രീറ്റ്മെൻ്റ് എടുത്ത് ഈ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ മാറും. രാവിലെ 7 മണിക്ക് മുമ്പ് തന്നെ കുളിക്കുക. എപ്പോൾ കുളിച്ചാലും തല തോർത്തണ്ട. സ്നീസിങ് വരുന്ന സമയത്ത് പോയി നന്നായിട്ട് തല ഒന്ന് മസാജ് ചെയ്ത് തല കഴുകിയ ശേഷം ആവി പിടിക്കുന്നതും ഇതിന് ആശ്വാസം ഉണ്ടാവും. ഉറക്കം തീരെയില്ല, 1 മണി 2 മണിയാകും, രാവിലെ ഭയങ്കര ക്ഷീണമാണ്. പല പേഷ്യൻസും പറയാറുണ്ട്, തീരെ ഉറക്കം കിട്ടാറില്ല, എങ്ങനെയൊക്കെയോ കിടക്കും, കുറേ നേരം എഴുന്നേറ്റിരിക്കും, കുറേ നേരം ഫോൺ ഉപയോഗിക്കും, അങ്ങനെ പോകും. രാവിലെ ആകുമ്പോൾ എഴുന്നേക്കാൻ പറ്റില്ല. ഒരു 4 മണി 5 മണിയാകുമ്പോൾ ഉറക്കം തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമാണ് 8 മണിക്ക് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി ഓഫീസിൽ പോകുന്നത്. തീരെ കുഴച്ചിലാണെന്ന് പറയും. ഇത് നമുക്ക് ഏറ്റവും എളുപ്പം മാർഗ്ഗം എന്ന് വെച്ചാൽ ഉറങ്ങാത്തതല്ല പ്രശ്നം, ഇവർക്ക് ശരീരത്തിൻ്റെ ക്ഷീണമാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം പറയുന്നത്. അപ്പോൾ നമ്മൾ പറയും, അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുത്ത ശേഷം നിങ്ങൾ ഉറങ്ങുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, 10 മണിയാകുമ്പോൾ ഫോണും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് കണ്ണടച്ച് കിടക്കുക. വേണം ഒരു തുള്ളി എണ്ണ കൈ തേച്ച ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, പാമ്പിൻ്റെ ആ ഭാഗമൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യാം. ഒരു പച്ചവെള്ളത്തിനകത്ത് തുണി നനച്ചിട്ട് നെറ്റിയുടെ ആ ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഇത് രണ്ടും ചെയ്ത ശേഷം കണ്ണടച്ച് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ പൂവങ്കോഴി കൂവുന്നവരെ അല്ലെങ്കിൽ അലാറം അടിക്കുന്ന സമയം വരെ നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിലും കണ്ണടച്ച് വെറുതെ കിടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവുകയില്ല. ഞാൻ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പേഷ്യൻ്റ് ചോദിച്ചു, ഇന്ന് ഉറങ്ങിയോ? ഇന്ന് ഉറങ്ങിയില്ല. പിന്നെ എന്താ വ്യത്യാസം? ക്ഷീണം ഉണ്ടായിരുന്നില്ല, മറ്റേ ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഈ ക്ഷീണം മാറും, ശരീരം റെസ്റ്റ് എടുത്താൽ മതിയാവും. ഉറക്കം നമുക്ക് അങ്ങനെ വന്നു കഴിയുമ്പോൾ പതുക്കെ എന്ത് ചെയ്യും, ഉറക്കം വന്ന് റെഡി ആയിക്കോളും. മാറിലൊരു തടിപ്പ് പോലെയുണ്ട്, എന്താകാം കാരണങ്ങൾ? പല കാരണങ്ങളും ആകാം. സ്ത്രീകൾക്ക് പൊതുവേ മാറിനകത്ത് തടിപ്പ് വരുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടാം, അതുപോലെ മുലപ്പാൽ കെട്ടിക്കിടക്കാം, അതുപോലെ നീർക്കെട്ടുകളാകാം, പീരീഡ്സിനെ സംബന്ധിച്ച് വരുന്ന ബുദ്ധിമുട്ടുകളാകാം, വയറിൻ്റെ ബുദ്ധിമുട്ടുകളാകാം. എല്ലാം തന്നെ മാറിനകത്ത് ഇത്തരത്തിലുള്ള തടിപ്പുകളുണ്ടാകും. എല്ലാ തടിപ്പും പ്രശ്നമുള്ളതാണോ? അല്ല, ചില തടിപ്പുകൾ മാത്രമാണ് നമുക്ക് ഹാനികരം, ബാക്കിയുള്ളത് പ്രശ്നമില്ല. എൻ്റെ 2 കേസുണ്ട്, 14 വർഷം 22 വർഷം ഉള്ളത് ഇതേപോലെ തടിപ്പായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഇപ്പോഴിലൂടെ എന്ത് ചെയ്തു, വൈറ്റ് ഡിസ്ചാർജ് പോലെ പോയി, പാല് കെട്ടിക്കിടന്നതായിരുന്നു, അത് പോയി, അത് മാറി. അതുപോലെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇതെന്ത് ചെയ്യും, മാറിക്കൊള്ളും. പെട്ടെന്ന് തലകറക്കവും വിട്ടുമാറാത്ത ഇയർ ഇംബാലൻസിൻ്റെ ബുദ്ധിമുട്ടും വർഷങ്ങളായി, ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും ഇയർ ഇംബാലൻസിൻ്റെ പ്രശ്നം മെയിനായിട്ട് വരുന്ന ഒന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് പ്രഷർ വേരിയേഷനാണ്. പെട്ടെന്ന് ഒന്ന് എഴുന്നേൽക്കുക, നടന്നു പോവുക ഒക്കെ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാണ്, ശരീരത്തിന് കുഴച്ചിൽ വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാൻ പോകുന്ന പോലെ വെച്ച് പോയി ചെയ്യണം. ഒന്ന്, ഇവരുടെ ഉറക്കം പൂർണ്ണമായിട്ടും കറക്റ്റ് ആവില്ല. രാത്രി ഭക്ഷണം കഴിയുന്നതും ഒരു 8 മണിക്ക് മുമ്പ് കഴിച്ച് ഒരു 10 മണിയാകുമ്പോൾ നിങ്ങൾ കിടക്കാൻ ശീലിച്ചാൽ നിങ്ങൾക്ക് BP പോലെ അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻ പോലെ ഇയർ ഇംബാലൻസ് പോലെ അതുപോലുള്ള തലകറക്കം പെട്ടെന്നുള്ള കുഴച്ചിലുകളെല്ലാം തന്നെ മാറും. ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഇയർ ഇംബാലൻസിൻ്റെ ആ ഒരു പ്രഷറിൻ്റെ ആ ഞരമ്പിനകത്തുള്ള താഴത്തേക്ക് വരികയും നല്ല ആശ്വാസം വരികയും മാറുകയും ചെയ്യും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.